ക്യാമറയിൽ പതിഞ്ഞ നിഷ്ഠൂര കൃത്യം. സ്പെഷ്യൽ എഡിഷൻ തുറക്കുന്നു. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ ആശങ്കകൾ പരിഹരിച്ച ശേഷം മാത്രമേ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാവൂ എന്ന പ്രധാനമന്ത്രി. വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി. റിപ്പോർട്ടിൽ നിന്ന് ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്ന നിയമസഭാ പ്രമേയം. ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരായ കുറ്റപത്രം റദ്ദാക്കിയ വിധിക്കെതിരെ CBI നാളെ റിവിഷൻ ഹർജി നൽകും. TP കേസിൽ CBI അന്വേഷണമാകാമെന്ന് സംസ്ഥാന സർക്കാരിന് നിയമോപദേശം. CPM നേതാക്കൾ ഒഴികെയുള്ള പ്രതികളെ കണ്ണൂരിൽ നിന്ന് വിയ്യൂർ ജയിലിലേക്ക് മാറ്റി. UDF SJD സീറ്റ് ചർച്ചയിൽ അന്തിമ ധാരണയായില്ല. വയനാടോ വടകരയോ വേണമെന്ന് SJD. ഫെബ്രുവരി 3 വീണ്ടും ചർച്ച. വടകര സീറ്റ് ഏതെങ്കിലും ഘടകകക്ഷിക്ക് വെച്ച് നീട്ടുമെന്ന് കരുതേണ്ടെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. തിരൂരിൽ CPM പ്രവർത്തകരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ 4 SDPI പ്രവർത്തകർ അറസ്റ്റിൽ. 5 പേർ കസ്റ്റഡിയിൽ. പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. SDPIയുടെ അക്രമം ലീഗിനു വേണ്ടിയെന്ന് പിണറായി വിജയൻ. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ദയാഹർജിയിൽ തീർപ്പ് വൈകിയാൽ വധശിക്ഷ ഇളവ് ചെയ്യാമെന്ന സുപ്രീം കോടതി വിധിക്കെതിരെ കേന്ദ്രം പുനഃപരിശോധനാ ഹർജി നൽകും. സർക്കാർ അഭിഭാഷകർക്ക് നിയമമന്ത്രാലയം നിർദ്ദേശം നൽകി. തിരൂരിൽ CPM പ്രവർത്തകരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 4 SDPI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയമസഭയിൽ പറഞ്ഞു. സംഭവത്തോടെ ലീഗിന്റെ തീവ്രവാദ ബന്ധം വ്യക്തമായതായി CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ആരോപിച്ചു. ഇന്നലത്തെ അക്രമത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. തിരൂർ മംഗലം പഞ്ചായത്തിലെ 3 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ വാക്കേറ്റമാണ് ഇന്നലെ CPM പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണത്തിൽ കലാശിച്ചത്. CPM ലോക്കൽ കമ്മിറ്റി അംഗം AK മജീദ്, CPM പ്രവർത്തകനായ അർഷാദ് എന്നിവരെ നടുറോഡിൽ വെട്ടുന്നതിന്റെ ദൃശ്യങ്ങൾ ഇന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മജീദ്, നൌഫൽ, ഗഫൂർ, സാബിന്നൂർ എന്നീ SDPI പ്രവർത്തകരാണ് അറസ്റ്റിലായത്. ഇവരിൽ മജീദ്, നൌഫൽ എന്നിവരെ ദൃശ്യങ്ങളിൽ കാണാം. മറ്റ് 5 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. നേരത്തെ ആക്രമണത്തിന് പിന്നിൽ SDPI പ്രവർത്തകരാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയമസഭയിൽ പറഞ്ഞു. അത് SDPI പ്രവർത്തകന്മാരാണ് എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 13ഓളം പേർ ഉൾപ്പെട്ടതായിട്ടാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ദൃശ്യങ്ങളിൽ കാണുന്നവർ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമില്ലാത്തവരാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് കരമന അഷ്റഫ് മൗലവി പറഞ്ഞു. ഞാൻ അന്വേഷിച്ചിടത്തോളം ഇവരാരും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ അല്ല. സംഭവത്തോടെ ലീഗിന്റെ തീവ്രവാദ ബന്ധമാണ് വ്യക്തമായതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ആരോപിച്ചു. SDPIക്കാർ ആക്രമിച്ചത് എന്തിനു വേണ്ടി? ലീഗ് പരാജയപ്പെട്ടതിലുള്ള വിരോധം തീർക്കാൻ. അപ്പോൾ ലീഗിന് വേണ്ടി SDPI രംഗത്തിറങ്ങുകയാണ്. അത് സംബന്ധിച്ചാണ് ലീഗ് നിലപാട് വ്യക്തമാക്കേണ്ടത്. ലീഗ് ആ തല്ലിലുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം. ന്യൂസ് ഡെസ്ക് മീഡിയ 1. വിഷയത്തിൽ പ്രതികരിക്കാൻ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് കരമന അഷ്റഫ് മൗലവി ന്യൂസ് സ്റ്റുഡിയോയിലുണ്ട്. KT ജലീൽ MLA തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അബ്ദുറഹ്മാൻ രണ്ടത്താണി MLA ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. കരമന അഷ്റഫ് മൗലവി, ജോസഫിന്റെ കൈവെട്ടിയ ശേഷം വീണ്ടും പോപ്പുലർ ഫ്രണ്ട് വാർത്തകളിൽ നിറയുകയാണ്. ഒരു ക്യാമറയ്ക്ക് മുൻപിൽ, ക്യാമറകൾ തുറന്നുവിട്ട ദൃശ്യങ്ങളിലൂടെ, ടെലിവിഷനുകൾ പ്രക്ഷേപണം ചെയ്ത ദൃശ്യങ്ങളിലൂടെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ എന്ന് ആരോപിക്കപ്പെടുന്നവർ 2 മനുഷ്യരെ വെട്ടുന്ന ദൃശ്യങ്ങൾ കണ്ട് കേരള മനസാക്ഷി ഞെട്ടിയിരിക്കുന്നു. ഇത് ലീഗിന് വേണ്ടി SDPI ചെയ്തതാണ്, പോപ്പുലർ ഫ്രണ്ട് ചെയ്തതാണ് എന്നാണ് CPMന്റെ ആരോപണം. ഇത് ഏറ്റെടുക്കുന്നു. ഞങ്ങൾ വാർത്തകളിൽ ചാനലുകൾക്ക് മുൻ നിറഞ്ഞു വരുന്നത് മൂവാറ്റുപുഴ സംഭവത്തിന് ശേഷം ഇപ്പോഴും മാത്രമല്ല. ഇതിന് മുമ്പ് ആസാം കലാപമുണ്ടായ സമയത്ത് സമാനമായി ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച ഹുജിയുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ പേരുകൾ പരാമർശിച്ചിരുന്നു. ഒരു 2-3 മണിക്കൂർ സമയത്തെ പ്രചരണം മാത്രമാണ്. ഇപ്പോൾ ഈ പറയപ്പെട്ട ഈ തിരൂർ മംഗലം സംഭവം യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ഒരു ബന്ധവും ഇല്ലാത്തതാണ്. ഞാനത് വെറുതെ പറയുന്നതല്ല. കാര്യം ഇന്നലെ 11 മണിക്ക് മറ്റോ നടന്നൊരു സംഭവം ഞാൻ ഇവിടെ കോഴിക്കോടിനോട് അറിയുന്നത് ഇന്ന് ഈ ചാനൽ ചർച്ചകൾ വരുമ്പോഴാണ് അറിയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളെ പ്രവർത്തകരാരും അവർ പങ്കെടുത്തിട്ടില്ല, ആ സംഭവത്തിൽ പോയിട്ടില്ല, ഞങ്ങളെ പ്രവർത്തകർ പോവുകയില്ല. അതുകൊണ്ടാണ്. പിന്നെ എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ അവിടെ CPM നടത്തിയ ആഹ്ലാദ പ്രകടനം അത് കടന്നു വരുമ്പോൾ ലത്തീഫ് എന്ന് പറയുന്ന ഒരു SDPI പ്രവർത്തകനെ അവർ ആക്രമിക്കുന്നു. അയാൾ ഓടി കടയിൽ കയറുന്നു. ആ കട അടിച്ചു തകർക്കുന്നു. പോലീസ് ഇടപെട്ടിട്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് രക്ഷപ്പെടുത്തുന്നു. അതിനുശേഷം 10-15 മിനിറ്റിനുള്ളിൽ അവിടെ സംഘടിച്ച ജനങ്ങൾ അക്രമം നടത്തുന്നു. ഇതാണ് യാഥാർത്ഥ്യം അവിടെ നടന്നിട്ടുള്ളത്. ഇത് അവിടെ ആളുകളോട് ചോദിച്ചാൽ അറിയാം. അതിൽ ആ സംഭവത്തെ പർവ്വതീകരിച്ച് കാണിച്ചിട്ട്
പോപ്പുലർ ഫണ്ടുമായി ഒരു ബന്ധവുമില്ലാത്ത ഈ വിഷയത്തെ പോപ്പുലർ ഫണ്ടുമായി കെട്ടിവെക്കാൻ രാവിലെ മുതൽ തന്നെ ഏറെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ ചില മുസ്ലിങ്ങൾ എന്നതായതുകൊണ്ട് തന്നെ ഇതിന് താലിബാനിസമെന്നും ഇത് നിഷ്ഠൂരമെന്നും ഭീകരവാദമെന്നും ഒക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് കൈക്കൊണ്ടിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചോദിക്കട്ടെ, മജീദ്, നൗഫൽ, സാദിന്നൂർ, അബ്ദുൽ ഗഫൂർ ഈ 4 പേരാണ് ഇപ്പോൾ അറസ്റ്റിലുള്ളത്. 5 പേർ കസ്റ്റഡിയിലുണ്ട് എന്ന് പറയുന്നു. 9 പേരാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. 13 പേരെന്ന് രമേശ് ചെന്നിത്തല അസംബ്ലിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ പേരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു മുൻകൂർ ജാമ്യമായിരിക്കാം, അതെന്തുമാവട്ടെ. ഈ പറയുന്ന മജീദും നൗഫലും പോപ്പുലർ ഫണ്ടുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണോ? പോപ്പുലർ ഫണ്ടുകാരെ കുറിച്ച് നമുക്കറിയുമല്ലോ. പോപ്പുലർ ഫണ്ടിന് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. SDP-കാരല്ല. അല്ല, പോപ്പുലർ ഫണ്ടും SDP രണ്ടാണ്. പോപ്പുലർ ഫണ്ട് അതിൻ്റെ പ്രത്യേക സ്ട്രക്ചറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. SDP എന്നത് പോപ്പുലർ ഫണ്ടുകാരുള്ള ഉൾപ്പെടെയുള്ള പുറത്തുള്ളവരും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമാണത്. രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ പ്രസ്ഥാനമാണ് SDP. അപ്പോൾ അതിൽ പോപ്പുലർ ഫണ്ട് ഓഫ് ഇന്ത്യ അതിൻ്റെ നേതൃപരമായ വിഷയങ്ങളിലോ അതിൻ്റെ സംഘാടന വിഷയങ്ങളോ പോപ്പുലർ ഫണ്ട് ഇടപെടാറില്ല. രണ്ട് ലീഡർഷിപ്പാണ്. റൈറ്റ്, തിരികെ താങ്കളെ KT ജലീൽ, ഇവിടെ തികച്ചും പ്രാദേശികമെന്ന് തോന്നിക്കാവുന്ന ഒരു വിഷയം. ആ വിഷയത്തിൽ മംഗലം പഞ്ചായത്തിലെ 3 വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിൽ 3 വാർഡുകളിലും ലീഗിൽ നിന്ന് രാജിവെച്ച് പുറത്തു വന്നതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വന്നത്. ഇതിൽ 2 വാർഡുകളിൽ ലീഗിൽ നിന്ന് പുറത്തു വന്നവർ ഒരു ജനകീയ മുന്നണി ഉണ്ടാക്കി മത്സരിക്കുന്നു. അതിനെ CPM പിന്തുണയ്ക്കുന്നു. ഒരു വാർഡിൽ CPM സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ഇതൊരു ധാരണയാണ്, ലീഗ് വിമതരുമായുണ്ടായ ഒരു ധാരണയാണ്. ഇത്തരത്തിലൊരു ധാരണയുടെ പുറത്തുണ്ടായ ചെറിയ ഒരു രാഷ്ട്രീയ സംഘർഷത്തെ പർവ്വതീകരിച്ച് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊരു ചെറിയ രാഷ്ട്രീയ സംഘടനമല്ല. ദൃശ്യങ്ങൾ പുറത്തു വരുന്നതുവരെ അങ്ങനെ ഒതുക്കി തീർക്കാനായിരുന്നു ശ്രമം. ഇക്കാലം അത്രയും RSSും അതുപോലെ തന്നെ NDF ഉൾപ്പെടെയുള്ള സംഘടനകളും നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെ ലാഘവവൽക്കരിക്കുവാനാണ് ശ്രമങ്ങൾ ബോധപൂർവം നടന്നിട്ടുള്ളത്. ഇതും അങ്ങനെ തന്നെ പോകുമായിരുന്നു ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ലായിരുന്നു എങ്കിൽ. ഇവിടെ അഷ്റഫ് മൗലവി തന്നെ പറഞ്ഞു, SDP-യുടെ പ്രവർത്തകൻ ലത്തീഫ് ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ വികസന മുന്നണിയുടെ ജാഥയിലേക്ക് സ്കൂട്ടറുമായിട്ട് ഒരു ബൈക്കുമായിട്ട് ചെന്നു. അവിടെ ചില കശപിശകൾ ഉണ്ടായി. അയാൾ ഓടി ഒരു കടയിൽ പ്രവേശിച്ചു. ആ കടക്ക് നേരെ കല്ലെറിഞ്ഞു. പോലീസ് അയാളെ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. അയാൾക്ക് ആ ആക്രമണത്തിലൊന്നും ഒരു പരിക്കേറ്റിട്ടില്ല. പരിക്കേറ്റിട്ടുണ്ട് എന്ന് മെഡിക്കൽ റിപ്പോർട്ട് വരട്ടെ, നമുക്ക് പരിശോധിക്കാം. അത് എന്തെങ്കിലും കുത്തുകയോ അല്ലെങ്കിൽ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ സംഭവം അങ്ങനെ കഴിഞ്ഞു. പിന്നെയാണ് പുറത്തൂർ പഞ്ചായത്തിലെ 2 CPM പ്രവർത്തകന്മാർ, മജീദിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഈ കാറിൻ്റെ ഉടമയായിട്ടുള്ള അർഷാദും കൂടി പുറത്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ കാറ് തടഞ്ഞു നിർത്തി ബലാത്കാരം ഇവരെ ബീഹാറിലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ ഒക്കെ നടക്കുന്നത് പോലെ അതിക്രൂരമായി വലിച്ചഴിച്ച് കൊണ്ടുപോയി വെട്ടി പരിക്കേൽപ്പിക്കുന്നത്. അവർക്ക് ഏറ്റിട്ടുള്ള വെട്ട് വളരെ മാരകമാണ്. കാൽമുട്ടിനാണ് വെട്ടിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട നമ്മളുടെ ശരീരഭാഗങ്ങളിൽ ഒരിക്കലും പിന്നീട് ജീവിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ആൾ പോകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടുള്ളത്. ഇതിനങ്ങനെ KT ജലീൽ ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ, പിണറായി വിജയൻ പറയുന്നത് ലീഗിന് വേണ്ടിയാണ് SDP ഈ ആക്രമണം നടത്തിയത് എന്നാണ്. യഥാർത്ഥത്തിൽ താങ്കൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു പ്രകടനത്തിലേക്ക് ബൈക്ക് ഓടിച്ച് കയറിയതിനെ തുടർന്ന് ആ പ്രകടനത്തിലുണ്ടാവുന്നവർ അയാളെ കൈകാര്യം ചെയ്യുന്നു. അയാൾ ഒരു പെട്ടിക്കടയിലേക്ക് ഓടിക്കയറുന്നു. പിന്നീട് ഈ ജനക്കൂട്ടം അയാളെ ആക്രമിക്കുന്നു. പിന്നീട് കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് ഈ പറഞ്ഞ ക്യാമറകളിൽ കാണുന്ന അല്ലെങ്കിൽ ദൃശ്യങ്ങളിൽ കാണുന്ന ആക്രമണം ഉണ്ടാവുന്നത്. തികച്ചും പ്രാദേശികമെന്ന് തോന്നാവുന്ന വളരെ ചെറിയൊരു സംഘർഷത്തെ ലീഗിന് വേണ്ടി SDP-കാർ ചെയ്ത ഒരു കൃത്യമായി വ്യാഖ്യാനിക്കുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് ഇതിനെ ചെറിയ സംഭവം എന്ന് പറയുക, ഒരു പ്രാദേശിക സംഭവം എന്ന് പറയുക? നിങ്ങൾ ആ ദൃശ്യങ്ങൾ കണ്ടില്ലേ? KT ജലീൽ, ആ ദൃശ്യത്തിൽ കാണുന്ന അതിൻ്റെ നിഷ്ഠൂരതയല്ല എൻ്റെ ചോദ്യം. തികച്ചും ഒരു പ്രകടനത്തിനിടയിലേക്ക് ബൈക്ക് കയറുന്നതിനെ തുടർന്നുണ്ടായ തർക്കം, ആ തർക്കത്തെ തുടർന്നുണ്ടായ ഒരു സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കേണ്ടതുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായും രാഷ്ട്രീയവൽക്കരിക്കേണ്ടതുണ്ട്. കാരണം ഈ 3 വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ SDP-ക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നോ? ഇല്ല. ഇതിലെ മുഖ്യപ്രതിയായിട്ടുള്ള അബ്ദുൽ മജീദ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന് വേണ്ടി വോട്ടർമാരെ
ബൂത്തിലെത്തിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടയാളായിരുന്നു. തന്നെയുമല്ല, മജീദിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ 1-ാം വാർഡിൽ മത്സരിച്ച UDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജൻ്റായിരുന്നു. മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുകൊണ്ട് SDPIക്ക് എന്താ ഇത്ര വിഷമം? അവർക്ക് വിഷമം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. അവർ 2 പാർട്ടികളായിരുന്നു എങ്കിൽ. ഇതിനു മുൻപും ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു നിഷ്ഠൂരമായ ആക്രമണം നടന്നിട്ടുണ്ട്. ബാപ്പുട്ടി എന്ന് പറഞ്ഞ് CPIMൻ്റെ ഒരു പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചു. ജീവൻ പോയി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. അദ്ദേഹം അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്ന് ആ പ്രദേശത്തെ പ്രതിനിധീകരിച്ചിരുന്ന ET മുഹമ്മദ് ബഷീർ സാഹിബ്, അദ്ദേഹമായിരുന്നു അന്ന് MLA, ഒരു പ്രസ്താവന നടത്തി, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന്. സത്യത്തിൽ ആ പ്രസ്താവനയാണ് തീരദേശ മേഖലയിൽ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ അദ്ദേഹം തോൽക്കുന്നതിലേക്ക് വരെ നയിച്ച, വോട്ട് അട്ടിമറി നടക്കുന്നതിലേക്ക് വഴിതെളിയിച്ചത്. തിരികെ എത്താം. അബ്ദുറഹ്മാൻ നണ്ടത്താണിയുണ്ട് ടെലിഫോൺ ലൈനിൽ. അബ്ദുറഹ്മാൻ നണ്ടത്താണി, ഇവിടെ 3 വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഈ 3 വാർഡുകളിലും SDPIക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടെ SDPI മത്സരിച്ചിരുന്നു. 100-ൽ താഴെയോ 100-ലധികമോ വോട്ട് നേടിയിരുന്നു. ഇവിടെ മുസ്ലിം ലീഗും SDPIയും തമ്മിൽ ഒരു രാഷ്ട്രീയ ധാരണയുണ്ടായിരുന്നു എന്നാണ് CPMന്റെ ആരോപണം. ഇത്തരം ആരോപണങ്ങൾക്കൊക്കെ എന്ത് മറുപടിയാണ് പറയേണ്ടത്? കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം ലീഗിന് വോട്ട് പിടിച്ചിരുന്നു. KT ജലീൽ നേരത്തെ ലീഗിന് വേണ്ടി നേതൃസ്ഥാനത്തിരുന്നയാളല്ലേ? അതിനർത്ഥം രാഷ്ട്രീയമായ മാറ്റങ്ങൾ ഒരാൾക്ക് പാടില്ല എന്നാണോ? ഏതൊക്കെ രീതിയിലാണ് ഇദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്? ET മുഹമ്മദ് ബഷീർ സാഹിബ് കേരള രാഷ്ട്രീയത്തിൽ ഇന്നും ഇന്നലെയും ഉണ്ടായ ആളല്ല. ET മുഹമ്മദ് ബഷീർ സാഹിബ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയമായി അദ്ദേഹത്തിന്റെ നയങ്ങളും പരിപാടികളും കേരളീയ സമൂഹത്തിന് മുന്നിൽ തുറന്ന പുസ്തകമാണ്. ET മുഹമ്മദ് ബഷീർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചു എന്നൊക്കെ പറയുന്ന ഈ ഒരു വിരോധാഭാസമാണ് എനിക്ക് മനസ്സിലാകാത്തത്. അവിടെ നടന്ന സംഭവം ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് പോലും കാണുന്നില്ല. കാരണം മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതൃസ്ഥാനത്തിന് വേണ്ടിയുള്ള ആഗ്രഹമാണ് അവിടെ ആ 3 പേരുടെ രാജ്യത്തിന് കലാശിച്ചത്. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വന്നു. സ്വാഭാവികമായി കുടുംബങ്ങൾ തമ്മിലുള്ള കിടമത്സരമായി പോലും ആ തെരഞ്ഞെടുപ്പ് മാറി. ആ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ഞങ്ങൾ രാഷ്ട്രീയ വിജയമായി കാണുന്നുമില്ല. പിന്നെ മുസ്ലിം ലീഗിനെ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തി ലീഗ് വോട്ടുകൾ ഉപയോഗിച്ച് ഈ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കേണ്ടതില്ല. രാജ്യത്ത് തീവ്രവാദ വർഗീയ ശക്തികളെ നേരിടേണ്ടത് ഒന്നിച്ചാണെങ്കിൽ നേരിടണം. പക്ഷേ CPMന് ഇതിന് കഴിയില്ല. കാരണം അവർ ഇത്തരം അക്രമങ്ങൾ കാണിച്ച്, നെറികേടുകൾ കാണിച്ച് ജയിലഴികൾ എന്ന നേതാക്കന്മാരുള്ള പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഒരു പക്ഷേ ലോകത്തിനു മുമ്പിൽ ഇത്തരം ചില അപവാദങ്ങളൊക്കെ പ്രചരിപ്പിക്കേണ്ടി വരും. അബ്ദുറഹ്മാൻ നണ്ടത്താണി, ഈ സംഭവം നടന്നത് ഇന്നലെയാണ്. ഈ സംഭവം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും, പട്ടാപ്പകൽ നടന്ന ഒരു നിഷ്ഠൂര കൃത്യം നാട്ടുകാർ നോക്കി നിൽക്കെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പോലീസ് ഇരുട്ടിൽ തപ്പുകയായിരുന്നു. ഈ ചാനലുകൾ ഈ ദൃശ്യം പുറത്തുവിട്ടതിന് ശേഷമാണ് ഇപ്പോൾ വൈകുന്നേരം അറസ്റ്റ് ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? പോലീസ് ഉദ്യോഗസ്ഥരോട് ഓരോ ടെലിഫോൺ ലൈനിൽ തടസ്സമുണ്ട്. തിരികെ താങ്കളിലേക്ക്. ഇവിടെ SDPI പ്രവർത്തകരായിരിക്കാം ഇത് ചെയ്തത് എന്ന് താങ്കൾ പറയുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർക്ക് ഇതിൽ യാതൊരു റോളുമില്ല. പക്ഷേ SDPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പോപ്പുലർ ഫ്രണ്ടിന് ഒരു സ്വാധീനവുമില്ല എന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ ഇവിടെ പ്രതികളെ ഞാൻ നിശ്ചയിച്ചിട്ടില്ല. അത് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അറസ്റ്റ് ചെയ്ത് പോലീസ് പറയട്ടെ, അതാരാണെന്ന് പറയട്ടെ. ഇവിടെ രാഷ്ട്രീയം തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ വലിച്ചിഴച്ചു, തീവ്രവാദ താലിബാനിസം എന്നുവരെ പറഞ്ഞുകൊണ്ടാണ് പ്രചരണം നടത്തിയിട്ടുള്ളത്. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു പ്രാദേശിക സംഭവം, ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഇലക്ഷൻ നടന്നിട്ടുള്ള എല്ലാ സ്റ്റേറ്റുകളിലും, പ്രത്യേകിച്ച് CPMന് ആധിപത്യമുള്ള ബംഗാൾ സ്റ്റേറ്റിലൊക്കെ ഇലക്ഷൻ നടന്നാൽ നിങ്ങൾ കണക്ക് പരിശോധിച്ച് നോക്കൂ, എത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത്. 10ഉം 20ഉം 50ഉം ആളുകൾ. കേരളത്തിൽ പോലും ഇലക്ഷൻ അനന്തരവും ഇലക്ഷൻ സമയത്തും എത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊന്നും ഉണ്ടാകാത്ത ഒരു ഭീകരമായ ഒരു സംഭവമാക്കി ഇതിനെ മാറ്റാനുള്ള യഥാർത്ഥ കാരണം പാർലമെന്റ് ഇലക്ഷൻ ലക്ഷ്യമിട്ട് പരാജയ ഭീതി പൂണ്ട ഇടതുപക്ഷ കക്ഷികൾ. ഇത് ഭീകര സംഭവമായുള്ള ഒരു കാരണം ഈ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടാത്ത 2 വ്യക്തികളാണ് വെട്ടേറ്റ് വീണത്. അത് ചെയ്തത് ആരാണെങ്കിലും അത് നിഷ്ഠൂര കൃത്യം തന്നെയാണ്.